നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്ന അലീന ഒടുവിൽ രോഹിത്തിനെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അലീന ബാലേന്ദ്രൻ്റെ കൊടുത്ത് വാക്കു പാലിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് പോകുന്നത്. ഉടനെ നമ്മൾ കണ്ടു, ബാലേന്ദ്രനാണെങ്കിൽ എങ്ങനെയും തൻ്റെ മോനെ രക്ഷിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എങ്കിൽ പിന്നെ അവൻ ഒരു കാരണവശാലും ബലിയാടായിക്കൂടാ എന്നൊരു ചിന്തയായിരുന്നു. അലീനയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം അലീന ഒരു കാര്യം ഉറപ്പ് പറഞ്ഞു, ഞാൻ എന്തായാലും ശരണ്യയെ സ്വാധീനിക്കില്ല. അങ്ങനെ ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയില്ല അച്ഛാ. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബാലേന്ദ്രന് ഭയങ്കര വിഷമമായിരുന്നു. അലീന രോഹിത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ, ശരണ്യയെ കൊണ്ട് പറയിപ്പിച്ചില്ലെങ്കിൽ, ശരണ്യ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രോഹിത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ അലീനയ്ക്ക് ചില കാര്യങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. ഒടുവിൽ അലീന ശരണ്യയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ശരണ്യയെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ വീട്ടുകാർ ശരണ്യയെ കാണാനായിട്ട് സമ്മതിച്ചില്ല. ശരണ്യയുടെ അച്ഛനൊക്കെ അലീനയെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുമതെ. കാരണം വനിതാ സങ്കട പ്രവർത്തകരും അവരൊക്കെ വന്ന് പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കേസിന് ബലം കിട്ടണമെങ്കിൽ രോഹിത്തും കൂടെ ഇതിനകത്ത് വേണം, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത്ര ബലം കിട്ടും. അതുപോലെ തന്നെ വീടും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവൾ ദുഃഖപുത്രിയായിട്ട് ഇവിടെ കഴിയണം. അല്ലാതെ ഇവൾ തുള്ളിച്ചാടി പുറത്തിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല എന്ന്. അതൊക്കെ ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ വിശ്വസിച്ചു. അപ്പോൾ ഒരു കാരണവശാലും അലീന വന്നിട്ടുണ്ടെങ്കിൽ ഇനി കാണിക്കുകയും ചെയ്യരുതെന്ന് വനിതാ സംഘടനയുടെ ശ്രീകുമാരി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവരുടെ മനസ്സിൽ കിടക്കുമല്ലേ. അങ്ങനെ അലീന ചെന്ന് കഴിഞ്ഞപ്പം അലീനോട് പറഞ്ഞു, അതെ ശരണ്യെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെന്ത് വർത്താനം അങ്കിളെ പറയണേ, ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്ന പോലെ അവളെ കാണാൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ ജസ്റ്റ് അവളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. വേണ്ട, നീ കാണണ്ട, നീ അവർക്ക് വേണ്ടി വന്നതല്ലേ, സൈഡ് പിടിക്കാൻ വന്നതല്ലേ, അവളെ സ്വാധീനിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ഒരിക്കലും ഇല്ല അങ്കിളെ, ഞാൻ അങ്ങനെ സ്വാധീനിക്കാനൊന്നും വേണ്ടി വന്നതല്ല. എനിക്ക് അവളെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി. അങ്ങനെ സ്വാധീനിക്കാനായിരുന്നെങ്കിൽ അവളെ കൊണ്ട് എന്നേ എനിക്ക് സത്യങ്ങളൊക്കെ പറയിപ്പിക്കായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഞാനതിന് ശ്രമിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അലീന തൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ പിന്നീട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, അതെ അവൾ പോയി കയറി കാണട്ടെ. കാരണം അവർക്കറിയാം ശരണ്യയ്ക്ക് ഇത്ര മാറ്റങ്ങളുണ്ടായത് അലീന വന്നതിന് ശേഷമാണ്. കാരണം ഈ വനിതാ പ്രവർത്തകർ വന്നതിന് ശേഷം ശരണ്യാണെങ്കിൽ ആഹാരം പോലും നേരെ ചൊവ്വേ കഴിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലായിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. മുറിയിൽ തന്നെ അടച്ചിരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല, പഠിക്കുകയൊന്നും വേണ്ട, നിനക്ക് സീപ്പറായിട്ട് ജോലി കിട്ടും. അതൊക്കെ ശരണ്യയുടെ മനസ്സിനെ വല്ലാതെ തളർത്തി. പക്ഷേ അലീന അങ്ങനെയല്ല പറഞ്ഞത്. അലീന പറഞ്ഞ് പുറത്തിറങ്ങി നടക്കണമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും നമ്മൾ അകത്ത് കയറി അടച്ചിരിക്കരുത്, അങ്ങനെയായിരുന്നു അലീന പറഞ്ഞു കൊടുത്തത്. എല്ലാം കൂടെ ആകെപ്പാടെ ശരണ്യയ്ക്ക് വല്ലാത്തൊരു കൺഫ്യൂഷനായിരുന്നു. ഒടുവിൽ അലീന ശരണ്യയോട് സംസാരിക്കുന്ന സമയത്ത് ശരണ്യ ഒടുവിൽ സത്യങ്ങളൊക്കെ അലീനയോട് വിളിച്ച് പറയാണ്, ഇതുപോലെയാണ് കാര്യങ്ങളെന്നൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ വിഷമം എന്താണെന്ന്, വേദന എന്താണെന്ന്. നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ എങ്കിൽ ഇപ്പം നീ ഇവിടെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആജീവനാന്തകാലം നിന്നെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കാരണം നീ തെറ്റ് ചെയ്തല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളുടെ ജീവിതമാണ് നശിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നീ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ കുടുക്കിൽ നിന്ന്. അത് കേട്ടപ്പോൾ ശരണ്യയ്ക്കും തോന്നി ശരിയായിരിക്കുമെന്ന്. അലീന പറഞ്ഞു, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, നിനക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി, എന്താണെന്ന് വെച്ചാൽ ഞാനതൊക്കെ ചെയ്യാമെന്ന് അലീന ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നീട് അലീന വീട്ടിൽ വന്ന് രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് രേവതിക്കുട്ടിയോട് ഇതിനെക്കുറിച്ച് പറയണം. ഒന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും അറിയണം, രോഹിത് ഇതിനകത്ത് നിരപരാധി എന്നുള്ള കാര്യം. അത് അവൾ മൊഴി കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ മൊഴി കൊടുത്ത് എങ്കിൽ മാത്രമേ രോഹിത്തിന് ജാമ്യം കിട്ടത്തുള്ളൂ, അവനെ പുറത്തിറക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ രേവതിക്കുട്ടി വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഈ കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അല്ല രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അലീന ചേച്ചി ഇറക്കാൻ പോയ അങ്കിളിലെ DGP അങ്കിളിനോട് സംസാരിച്ച് നോക്കാം, ഇവിടുത്തെ അങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീനയ്ക്കും തോന്നി ശരിയാണ്, ആ രീതിയിൽ നീങ്ങുവാണ് നല്ല കാര്യമായിരിക്കും. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് രേവതിക്കുട്ടി നേരെ മാമച്ചൻ്റെ ഗ്രേസമ്മയുടെ അടുത്ത് ചെല്ലുവാണ്. അങ്ങനെ അവരോട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രോഹിത് തെറ്റും ചേട്ടില്ലെന്നാണ് പറയണേന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം അവരോട് സത്യമാണോ നീ പറയണമെന്ന് ചോദിച്ചു. അതെ സത്യം അങ്കിളെ, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അലീന ചേച്ചി നമുക്ക് സഹായിക്കാൻ പറ്റില്ലേ,
ഇന്നാൾ നമ്മൾ പോയ മീര ചേച്ചിയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മാമച്ചൻ പറഞ്ഞു, അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. പക്ഷേങ്കിൽ ഈ പറയുന്ന അവർ അതിൻ്റെ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു നിർബന്ധമില്ലല്ലോ. ശരണ്യയുടെ വീട്ടുകാർ സത്യം പറയും തോന്നുന്നുണ്ടോ? കാരണം അവൾ അങ്ങനെ ഒരു മൊഴി കൊടുത്ത കാര്യം അവർ പോലീസിനോട് തുറന്ന് സമ്മതിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അല്ല ഈ പോലീസുകാരും അതിനകത്തുണ്ടല്ലോ, എനിക്ക് തോന്നേ ആ SI CI ഒക്കെ ഇതിനകത്ത് കാണുമായിരിക്കും, രോഹിത്തിനും കൂടെ പ്രതിപട്ടികയിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഒരു കാരണവശാലും അവർക്ക് അവരുടെ മുന്നിൽ വെച്ചായിരിക്കില്ല മൊഴിയും കാര്യങ്ങളൊന്നും കൊടുക്കണേ. അല്ലാതെ കാര്യങ്ങളൊക്കെ അറിയണം. ഒരു പക്ഷേ ഈ ശരണ്യയുടെ അച്ഛനും അമ്മേനെയും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ട പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സത്യങ്ങളൊക്കെ ചിലപ്പോൾ DGP സാറിനോട് തുറന്നു പറയുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മാമച്ചനും ഗിരീശമ്മയ്ക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടായി. പിന്നീട് മീരയെ വിളിച്ച് അവരിതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. മീരയാണ് അച്ഛനെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ DGP പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവരോട് വരാൻ പറ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒടുവിൽ അലീനെ ബാലേന്ദ്രനെയും കൂട്ടിക്കൊണ്ട് DGPയെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അലീനെ കാര്യങ്ങളൊക്കെ പറയാണ് DGPയോട്, എന്താ ഏതാ എങ്ങനെയാണെന്നൊക്കെ, രോഹിത്തിനെക്കുറിച്ച് ശരണ്യ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇത് കേട്ടപ്പോൾ DGP പറഞ്ഞു, അല്ല ഈ പറയുന്ന ശരണ്യ കോടതിയിലെത്തിക്കഴിയുമ്പോൾ അവൾ മൊഴി മാറ്റി പറയുമെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, അതറിയത്തില്ല സാറേ, കാരണം ഈ പറയുന്ന അവളുടെ വീട്ടുകാർ അവളെ നിർബന്ധിച്ചിട്ടാണ് രോഹിത്തിൻ്റെ പേര് പറയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, വനിതാ സംഘടനകളാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും പോലീസുകാരൊക്കെ ആണെങ്കിലും അവളോട് നിർബന്ധിച്ച് പറഞ്ഞിരിക്കുക രോഹിത്തിൻ്റെ പേരും കൂടെ പറയണമെന്ന്. അതുകൊണ്ട് അവൾ ഇനിയിപ്പോൾ അത് മാറ്റി പറയാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അവൾക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ശരണ്യയുടെ വീട്ടുകാരെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാമെന്ന് പറഞ്ഞു. അവരെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്ത് നോക്കട്ടെ, അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ഒടുവിൽ ശരണ്യയുടെ അച്ഛനെയും അമ്മയൊക്കെ DGP വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിളിപ്പിച്ച് അവരെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കണം. ആദ്യം അവർ സത്യങ്ങളൊന്നും പറയാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ DGP പറഞ്ഞു, അതെ, കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ മകൾക്കുണ്ടായ ദുരനുഭവത്തിൽ എനിക്കും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല, നിരപരാധിയായ ഒരു ആൾ അതിനകത്ത് ശിക്ഷിക്കപ്പെടാൻ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാലോ, 1000 കുറ്റവാളികളെ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടലെന്നല്ലേ പറയണേ. എന്തായാലും ഞാൻ ഈ തൊപ്പി വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അതങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. സത്യം പറയുന്നത് നിങ്ങൾക്ക് നല്ലത്. ഇതിന് പിന്നിൽ രോഹിത് ഉണ്ടായിരുന്നോ, അതോ ശരണ്യ നിങ്ങളോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞല്ലേ രോഹിത് ഇല്ല എന്നുള്ള കാര്യം? ഒടുവിൽ ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ DGP പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ? നിങ്ങൾ ചെയ്ത എത്ര വലിയ ക്രൂരതയാണെന്നറിയാവോ? നിങ്ങളുടെ മോളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കള്ളപ്പരാതിയല്ലേ ഇപ്പം. അത് കേട്ടപ്പം ശരണ്യ അച്ഛൻ പറഞ്ഞു, അയ്യോ സാറേ, കള്ളപ്പരാതിയല്ല. കള്ളപ്പരാതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾ മാത്രമേ ഇതിനകത്ത് ഇല്ലാത്തുള്ളൂ, ബാക്കി 3 പേരും ഉണ്ട്. പക്ഷേ ആ ഇല്ലാത്ത ആളുടെ പേര് നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് കേസ് ചാർജ് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് നിങ്ങൾ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് DGPക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇതിൻ്റെ പിന്നിൽ കളിച്ച ആരാ എന്താ എങ്ങനെയെന്നൊക്കെ മനസ്സിലായി. ഒടുവിൽ രോഹിത്തിന് ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഒടുവിൽ രോഹിത്തിന് ജാമ്യം കിട്ടുന്നുണ്ട്. ബാലേന്ദ്രനാണ് രോഹിത്തിനെ പോയി ഇറക്കിക്കൊണ്ട് വരുന്നത്. രോഹിത്തിന് മുഖത്ത് വല്ലാത്തൊരു നിർവികാരതയായിരുന്നു. കാരണം ഒന്ന് സംസാരിക്കുന്ന പോലുമില്ല. ബാലേന്ദ്രൻ ചോദിച്ചിട്ട് അതിന് മറുപടി പോലും പറയുന്നുണ്ടായിരുന്നില്ല. ബാലേന്ദ്രൻ ഓർത്തു, ഒരു പക്ഷേ ഇത്രയും ദിവസം അവിടെ ജയിലിൽ കിടന്നതല്ലേ, അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും എന്നൊക്കെ ബാലേന്ദ്രൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് പുറത്തിറങ്ങിയ കാര്യമൊക്കെ അലീന മനുഷ്യങ്കരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യങ്ങളുടെ സന്തോഷമായി. അവൻ നിരപരാധിയാണല്ലോ, അവൻ ഇറങ്ങിയല്ലോ എന്നുള്ളത്. പക്ഷേ കമലയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം രോഹിത് ഇറങ്ങി, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ ഇറക്കിയിരിക്കുന്നു. തൻ്റെ മോനകത്താണ്. കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ കാര്യങ്ങളൊക്കെ. എങ്ങനെ സഹിക്കാൻ പറ്റും? കിട്ടുവാണെങ്കിൽ രോഹിത്തിന് ശിക്ഷ കിട്ടണമെന്നൊരു ചിന്താഗതിയായിരുന്നു മനസ്സിനറിയുണ്ടായിരുന്നേ. പിന്നീട് രോഹിത് വീട്ടിലേക്ക് വരുമ്പോൾ ഭവിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. രോഹിത്തേട്ടൻ വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഓ, രക്ഷപ്പെട്ടു എന്നൊക്കെ ഓർത്തു. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണു, വൈജനെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മേ രോഹിത്തേട്ടൻ വന്ന് ജാമ്യം കിട്ടിയെന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വൈജു ചോദിച്ചു, സത്യമാണോ മുളഞ്ചോ? അതേന്ന് പറഞ്ഞു. വന്നുള്ളൂ. അല്ല നീ അവനോട് സംസാരിച്ചോ? ഇല്ല, സംസാരിച്ചില്ല, സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അലീന കാരണമാണ്, അലീനയാണ് ശരണ്യെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത്. അപ്പോൾ അലീന കാരണമാണ് ജാമ്യം കിട്ടിയെന്നുള്ള കാര്യം ബാലേന്ദ്രനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ബബിത അതിനെക്കുറിച്ചൊന്നും വൈജുവോട് പറഞ്ഞില്ല. കാരണം അലീനെക്കുറിച്ച് നല്ലത് പറയാനായിട്ട് അവൾ ഒരിക്കലും താല്പര്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ.
അങ്ങനെ ഒടുവിൽ ബബിത അവനെ കാണാനായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെന്ന് കഥയെ മുട്ടുവാണ്. കഥ കടഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനെ ചെന്ന് കഥയെ മുട്ടിക്കഴിയുമ്പോഴത്തേനും അവൻ കഥ തുറന്നു. ബബിതയെ കണ്ടപ്പോൾ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. രോഹിത്തേട്ടൻ വന്നു, എനിക്ക് സന്തോഷമായെന്നൊക്കെ പറഞ്ഞു. എന്തിനാ നീ വന്ന് കഥയെ മുട്ടിയെന്ന് ചോദിച്ചു. അല്ല രോഹിത്തേട്ട, അത് പിന്നെ കടന്നു പോയിക്കണം, ഒറ്റ ഒന്നത്തിന് ഈ മുറി കണ്ടുപോയേക്കലെന്ന് പറഞ്ഞിട്ട് കഥ വലിച്ചടയ്ക്കുകയാണ്. ബബിത ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വലിയ അടി തന്നെയായിരുന്നു ബബിതയ്ക്കത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് അലീനോട് സംസാരിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ നല്ല ടെൻഷനാണ്. വീട്ടിലേക്ക് വന്നിട്ട് പോലും അവനെതിരായിട്ട് ഒന്നും അതിനെക്കുറിച്ച് പറയുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒടുവിൽ അലീന ബാലേന്ദ്രനെ ആശ്വസിപ്പിച്ചു. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ മാറിക്കോളും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറുമെന്ന് പറഞ്ഞു. പിന്നീട് അലീന എന്ത് ചെയ്തു, അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ രോഹിത്ത് കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന എന്ത് ചെയ്തു, ഫുഡ് കൊണ്ട് ആ ടേബിളിലേക്ക് വെച്ചു. ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു കഴിക്ക് രോഹി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോരുവാണ്. ഈ സമയത്ത് രോഹിത്തിന് ദേഷ്യമായി. രോഹിത്ത് എന്ത് ചെയ്തു, ആ ടേബിളിലിരുന്ന് ഫുഡെല്ലാം കൂടി തട്ടി ഒരൊറ്റ ഏറെറിയുവാണ്. അലീന നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ചിതറി താഴെ കിടക്കുന്നു. അലീനയ്ക്ക് ഒന്നും പറയാൻ പോലും തോന്നില്ല. കാരണം ഈ സമയത്ത് അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ചെയ്യാത്ത കുറ്റത്തിന് പേരിൽ ശിക്ഷിക്കപ്പെട്ട എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന നിപ്പാണ്. അപ്പോൾ അവന് അവൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇനി ഈ സമയത്ത് അവനെ പ്രകോപിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് അലീന കൂടുതലായിട്ടൊന്നും പറയാനും പോയില്ല. അലീന പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് താഴേക്ക് പോരുവാണ്. സമയം ബാലേന്ദ്രന് മുകളത്തെ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രന് മനസ്സിലായി നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന്. ഈ സമയം രോഹിത്തിനാണ് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റിയില്ല. അവന് വാഷ് ബേസിനവിടെ പോയിട്ട് സ്വന്തം മുഖം നോക്കണം കണ്ണാടിയിൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തിന് സഹിച്ചില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കണ്ണാടി നോക്കുന്നത്. ആ സ്വന്തം മുഖം പെട്ടെന്ന് അവന് തോന്നി, ഭ്രാന്ത് പിടിക്കുന്നപോലെ തോന്നി. അവൻ എന്ത് ചെയ്തു, ആ തലയെ അങ്ങോട്ട് ആ സിങ്ങിൻ്റെ സ്ലാവിൻ്റെ അവിടെയായിട്ട് ആ ഭിത്തിയിലേക്ക് ഇടിക്കുവാണ്. ഇടിച്ചു കഴിഞ്ഞ് ഒടുവിൽ നെറ്റിയെ കൂടെ എല്ലാം അവിടെയെല്ലാം നെറ്റിയെല്ലാം പൊട്ടി ചോര വരുന്നുണ്ട്. അങ്ങനെ ചോര വീണ് കുറേ ചോര പോയി അവൻ്റെ. പിന്നീടാണ് ബാലേന്ദ്രൻ മുറിയിലേക്ക് വരുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ബാലേന്ദ്രന് സഹിച്ചില്ല. കാരണം അവൻ ആകെപ്പാടെ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത്. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പെട്ടെന്ന് ബാലേന്ദ്രൻ അവനെ പിടിച്ചുകൊണ്ട് ഇരുത്തുന്നുണ്ട്. പിന്നീട് അവൻ്റെ മുറിവൊക്കെ അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അലീനയും കൂടെ കയറി വന്നു. ഒടുവിൽ അലീനയും ബാലേന്ദ്രനെ അവനെ ഒന്ന് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷെ അവൻ ആരുമായിട്ടൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ബബിത വൈജയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്ന സമയത്താണ് രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അമ്മ രോഹിത്തേട്ടൻ ഇപ്പോൾ പഴയ സ്വഭാവത്തിലല്ല, കുറേ മാറ്റങ്ങളുണ്ടായി. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആരോടും മിണ്ടുന്നില്ല. ഇന്നാണെങ്കിലോ തലയൊക്കെ ഇടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വൈജയ്ക്ക് ഭയങ്കര ടെൻഷനായി. സത്യമാണോ നീ പറയണമെന്ന് ചോദിച്ചു. അതേ അമ്മേ, രോഹിത്തേട്ടന് പഴയ സ്വഭാവമൊന്നുമല്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജ് പറഞ്ഞു, എങ്ങനെ ഉണ്ടാവാതിരിക്കും, ആ ജയിലിൽ പോയി കിടന്നതല്ലേ എൻ്റെ മോന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ കൊല്ലപ്പള്ളി വീട്ടിലൊക്കെ അറിയുവാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്കാണെങ്കിലോ കമലയുടെ സ്വഭാവം വല്ലാത്തൊരു സ്വഭാവം തന്നെയുള്ളൂ. കമല വൈജയനെ വിളിച്ചു. വൈജയനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തൊക്കെയാ വൈജ അവിടെ നടക്കണേ, നീ അവിടെ ഹോസ്പിറ്റലിൽ പോയി കിടന്നു, നീ എത്രയും പെട്ടെന്ന് ആ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്, നീ അവിടെ ഇനി ചെന്നില്ലെങ്കിൽ ഇനി പ്രശ്നങ്ങൾ വഷളാവും, നീ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വൈജ പറഞ്ഞു, ആ വീട്ടിലേക്ക് ഞാൻ പോവാനോ? അതെ, നീ പോകണമെന്ന് പറഞ്ഞു. ഞാനെന്താണല്ലോ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല, ഞാനൊരു വാടക വീടെടുത്ത് മാറുന്നുള്ളൂ എന്ന് പറഞ്ഞു. വൈജയ്, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വാടക വീടെടുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താവും, ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വൈജ ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ഒടുവിൽ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് വാടക വീട്ടിലേക്ക് മാറുന്നതെന്നുള്ള കാര്യം കൃഷ്ണമോളാണ് അലീനയോട് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോളെ, ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല. അമ്മ ഈ വീട്ടിലേക്ക് വരാതെ വാടക വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോകും, പിന്നെ ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൃഷ്ണമോൾ ചോദിച്ചു, എന്തൊക്കെ ചേച്ചി പറയണമെന്ന് ചോദിച്ചു. അതെ മോളെ, ഇത്രത്തോളം വരെ കാര്യങ്ങൾ എത്തിയില്ലേ, ഇനി എന്താണെങ്കിലും അമ്മ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അലീനയ്ക്ക് ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. രോഹിത്തിൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണമെന്ന് തന്നെക്കൊണ്ട് സാധിക്കുമെന്നും അറിയായിരുന്നു. അവനിപ്പോൾ എത്രയൊക്കെ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറമേ ഇങ്ങനെ ദേഷ്യം അഭിനയിക്കുന്ന എല്ലാവരോടും. അപ്പോൾ അതുകൊണ്ട് അവനെല്ലാവരും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവനിങ്ങനെ ദേഷ്യമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ അവനെ നേർവഴിക്ക് നയിക്കണമെങ്കിൽ തന്നെക്കൊണ്ട് സാധിക്കും എന്നൊരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടാണ് അലീന അവിടെ നിൽക്കാമെന്ന് തന്നെ വിചാരിച്ച. കാരണം വൈജ ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോലും അലീന പിന്നെ ഒരു തീരുമാനം എടുത്തായിരുന്നു ഇവിടെ നിൽക്കാമെന്ന്. എന്നാലും വാടക വീട്ടിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോവുകയാണെങ്കിലും കുഴപ്പമില്ല, വാടക വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ കാര്യം ഇരിക്കണേ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ എന്നൊരു ചിന്ത. പിന്നെ താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ
അങ്ങനെയാണ് താൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയേക്കാം. ഇനി ഇവിടെ താൻ ഇവിടെ നിൽക്കുന്നില്ല, ഈ വീട്ടിൽ നിൽക്കുന്നില്ല. അവരിവിടെ സുഖമായിട്ട് ജീവിച്ചോട്ടെ. ഇനി ഇവരുടെ ജീവിതത്തിൽ താൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് അലീനയ്ക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.